ഗൈസ്, ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട്, എൻ്റെ ചുറ്റും നോക്ക്, ആരുമില്ല, കോടമഞ്ഞ് മാത്രം. രക്ഷയില്ലാത്ത വൈബ് എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത വൈബ്. നല്ല രസം. ഞങ്ങളിപ്പോൾ ടോപ്പിലെത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചക്ക് പോകുന്ന സ്ഥലത്തൊന്നും കോടയില്ല. ബാക്കിലെല്ലാം നല്ല കോടയുണ്ട്. നമ്മളെ ചുറ്റിനും കോടയുണ്ട്. മാറിപ്പോകും, കോട മാറിപ്പോകും. എന്തോ അലർജി. ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ വാച്ച് ടവർ ഇല്ലേ, അതിൻ്റെ തൊട്ടടുത്തുള്ള മലയുടെ സൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങാണ്. അപ്പോൾ ഇവിടെ നൈസ് ഒരു സ്പോട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. പണ്ട് +2 പഠിക്കുന്ന സമയത്ത് ഞങ്ങളിവിടെ വന്നിട്ടുള്ളതാണ്. പിന്നെ അതിനുശേഷം ഒരു പ്രാവശ്യം ഫ്രണ്ട്സായിട്ട് വന്നപ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമുക്ക് പോവേണ്ടത്. ആക്ച്വലി ആ ഒരു സ്ഥലത്തോടാണ് പോവേണ്ടത്. പക്ഷേ എനിക്ക് വഴി ജസ്റ്റ് ഒന്ന് മാറിപ്പോയി. ഇപ്പുറത്തൂടെ വെച്ച് കയറി നമുക്ക് പോയി ഞാൻ കാണിച്ചു തരാം. ഞാൻ അവിടെ നിന്ന് മുമ്പ് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ഞാനിവിടെ വയ്ക്കാം. ആൾക്കാരൊക്കെ അത് തിരിച്ച് കയറി വരുന്നുണ്ട്. നൈസ് സ്പോട്ടാണ്, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, ഫൈനലി ഞാൻ ആ ഒരു അരുവിയിനകത്ത് വെച്ചു കേട്ടോ. ഇവിടെ വലിയ റിസ്ക് ഒന്നും ഏരിയല്ല, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ താഴോട്ട് പോയി നോക്കാം. ഗൈസ്, ഒരു പണി കിട്ടി. ഇവിടെ പാതി വഴിയിൽ മഴ ഇടിഞ്ഞ് കഴിഞ്ഞ് വഴി ബ്ലോക്കാണ്. ഇങ്ങോട്ട് പോകുന്ന കാര്യം പാടാണ്. കാണാലോ, ഇതാണ് പ്രശ്നം. നമുക്കിനിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോൾസ് ആണ്, അത്രേ ഉള്ളൂ. പണ്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. ഒരു നല്ല വൈബ് സ്പോട്ടാണ്. പിന്നെ ഒരുപാട് റിസ്ക് ഉള്ള സ്ഥലമൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇനി നമുക്ക് തിരിച്ച് കയറിയിട്ട് മേലിൽ ടവറിൽ പോയി അവിടുത്തെ ഒരു വ്യൂ കണ്ടിട്ട് താഴോട്ട് പോകാം. വളരെ കെയർഫുൾ ആയിട്ട് വേണം പോകാൻ. തെന്നിക്കഴിഞ്ഞാൽ പണി കിട്ടും. വഴി കുറച്ച് സീനാണ്, പക്ഷെ വഴിയുണ്ട്. ഇവിടെ നമ്മൾ കൊളയറ്റേനെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പിന്നെ തെന്നി വീഴാതെ. വേറെ വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് പോയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആ മല കയറി അതുവഴി അങ്ങനെ കയറി പോകേണ്ടി വരും. അതിനെക്കാട്ടി ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. ഗൈസ്, അങ്ങനെ ഏകദേശം അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ഏകദേശം പകുതി എത്തിയുള്ളൂ. അതിൻ്റെ ബാക്കിലാണ് വാച്ച് ടവർ ഉള്ളത്. ഇനിയിപ്പോൾ ഈ മല കയറി നേരെ അവിടെ എത്തണം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്കിത് കയറി അവിടെ എത്തിയിട്ട് കാണാം. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്, മിസ്സായില്ല. എൻ്റെ ചുറ്റും നല്ല കോടയാണ്. നമ്മൾ ഇങ്ങോട്ട് കയറിയ വാച്ച് ടവർ, പക്ഷേ കുറച്ച് അങ്ങോട്ട് കിടന്ന് അവിടെ ഒരു കുന്ന് കണ്ട നല്ല വൈബാണ് തോന്നുന്നു. ഈ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് അതുവരെ പോകാൻ തോന്നുന്നു. പോയിട്ട് വരാം. ആ കുന്നിലോട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. എനിവേ എൻ്റെ മേളിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. ഗൈസ്, നമ്മൾ നടന്നെടുക്കുന്ന സ്ഥലത്തിൻ്റെ വൈബ് നോക്ക്. ആ പാറ എടുത്ത് പോയിരിക്കണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓ, നമ്മളിപ്പോൾ ഞാൻ പെട്ടെന്ന് ആ വാച്ച് ടവറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ക്രൗഡാണ്, ആൾക്കാരെല്ലാം ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരൊറ്റ മനുഷ്യനില്ല. അങ്ങോട്ടൊക്കെ നോക്കിയാൽ ഞാനീ കിതയ്ക്കുന്നത് നിങ്ങൾക്ക് അരോചകമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ അൺകൺട്രോളബിളായി പോകുന്നു. അത്രയും കയറി വന്നതിൻ്റെയാണ്. കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. ഗൈസ്, ഫൈനലി ഞാൻ ഈ പ്ലേസിലെത്തി. എൻ്റെ ചുറ്റുമുള്ള കോടമഞ്ഞ് നോക്കി, ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. ഈ കല്ലാണ് അവിടെ വെച്ച്, ഈ കല്ല് കണ്ടപ്പോഴത്തേക്കുമാണ് എനിക്ക് വരണമെന്ന് തോന്നിയത്. താഴെ നിങ്ങൾക്ക് വഴിയൊക്കെ കാണാം, നമ്മൾ വന്ന വഴിയാണ്. ഗൈസ്, ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട്, എൻ്റെ ചുറ്റും നോക്ക്, ആരുമില്ല, കോടമഞ്ഞ് മാത്രം. രക്ഷയില്ലാത്ത വൈബ് എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത വൈബ്. താഴെ അരുവിയുടെ അവിടെ മരമൊട്ട് അടച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് കഴിഞ്ഞ് വെറുതെ അങ്ങ് വരെ നടന്നെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, നടന്നത് വെറുത്തായി. താഴെ കടയിൽ നിന്ന് മേടിച്ചാണ് ഉപ്പിലിട്ട നെല്ലിക്ക. എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഗൈസ്. ഈ ഫീൽ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തമല്ല, സീരിയസ്. ഈ ഒരു വൈബ് മോഹിച്ചാണ് അന്ന് അമ്പനാടൊക്കെ പോയത്. ഇതൊക്കെ കിട്ടാത്തതിലാണ് ഞാനൊന്ന് വിഷമം. പക്ഷേ ഇന്ന് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ്. നല്ല രസം. കുറച്ച് സമയം ഇവിടെ പാട്ടും കേട്ടിരിക്കണം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. എൻ്റെ ചുറ്റുമുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. കോടാന്ന് വെച്ചാൽ ഞാൻ നടന്നു വന്ന വഴിയാണ്, കാണാൻ പോലും പറ്റില്ല. ചുറ്റും കണ്ട ഗൈസ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഒരു സൈക്കിളിൽ.
എന്നെ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്കറിയാം ആ വീഡിയോ. അന്ന് പക്ഷേ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, പ്രത്യേകിച്ചൊരു ബൈക്ക്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സംഭവമാണ്. പക്ഷെ ഇന്ന് ഞാൻ ആ ബൈക്കിലാണ് വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് ഞാൻ ഈ മലഞ്ചെരിയിലിരുന്ന് സംസാരിച്ചൊരു വീഡിയോ ഉണ്ട്, അതൊരു ക്ലിപ്പാണ് വയ്ക്കാം, നിങ്ങൾ കണ്ടു. ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ളതൊക്കെ മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെയാണ്. അപ്പോൾ ആ കണ്ടൻസ് കാണാൻ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാണ് ഗൈസ്, നമ്മുടെ ചാനലിൽ എന്തായാലും ബൈക്കിനെ കുറിച്ചുള്ള ഒരുപാട് കണ്ടൻസ് വരും. പക്ഷേ കുറച്ച് ടൈം എടുക്കും. കാരണം എൻ്റെ കയ്യിൽ ഉള്ള സത്യം പറയാം, എൻ്റെ കയ്യിൽ ഗോപ്രോ ഇല്ല. ഐ മീൻ ഒരു മോട്ടോ വ്ളോഗിങ് ചെയ്യാനുള്ള സെറ്റപ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ് വ്ളോഗ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. ആ ഒരു ഇതിൽ ഞാൻ ചെയ്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. എൻ്റെ ഞാൻ ഫോണിലാണ് എല്ലാം ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ മേടിക്കാൻ എനിക്ക് പ്ലാനുണ്ട്, ഞാൻ മേടിക്കും. അത് കഴിഞ്ഞ് എന്തായാലും വ്ളോഗുകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ എൻ്റെ ഒരു സിറ്റുവേഷൻ. അന്ന് ഞാൻ സൈക്കിൾ ചവിട്ടി വന്നപ്പോഴത്തേക്കും ആ ഒരു 22ാമത്തെ ഹെയർപിൻ്റെ അവിടെ നിന്ന് ബൈക്ക് നിർത്തി, ഇത് സൈക്കിളും കൊണ്ട് എൻ്റെ അടുത്ത് കയറുമെന്ന് പറഞ്ഞ് എന്നെ മേളിൽ കൊണ്ടാക്കിയൊരു പുള്ളിയുണ്ട്. ഞാനിവിടെ വീഡിയോ വയ്ക്കാം. ഗൈസ്, അപ്പോൾ ഈ ചേട്ടനാണ് കേട്ടോ ഗൈസ് എന്നെ സഹായിച്ചത്. ആ സമയത്ത് ഈ ചേട്ടൻ എന്നെ ബൈക്കായിട്ട് വന്നിട്ട് എന്നെ മേളിൽ വരെ കൊണ്ടാക്കിയിട്ടായിരുന്നു. ചേട്ടൻ്റെ പേര് നന്ദു. താങ്ക്സ് ചേട്ടാ, ഒന്നും പറയില്ല. ആ മനുഷ്യനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനത്തെ മനുഷ്യരൊക്കെ നമ്മൾ ചുറ്റുമുണ്ട്. അയാൾക്ക് ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞു, പക്ഷേ അവിടെ നല്ല മനസ്സാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുക ഗൈസ്. നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് ഈ റീലും സ്ക്രോൾ ചെയ്തിരിക്കുകയല്ലേ, എവിടെയെങ്കിലുമൊക്കെ ചെല്ലണം, ചെന്ന് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിരുന്ന ആ ഒരു പാറ ഉണ്ടോ, അവിടെ നിന്നാണ് നമ്മളിപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നത്. ഇനി നമുക്ക് നേരെ തിരിച്ച് മേളിൽ വാച്ച് ടവറിൻ്റെ അങ്ങോട്ട് പോയി അവിടെയാണ് നോക്കിയിട്ട് താഴോട്ട് പോകാം. വാച്ച് ടവറിൻ്റെ അവിടെ ഞാൻ ഒരുപാട് സമയം നിന്നില്ല, ഞാൻ അപ്പോൾ തന്നെ ഇറങ്ങി. റീസൺ എന്ന് പറഞ്ഞാൽ അവിടെ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു. മാത്രമല്ല ഇപ്പം നമുക്കിതിൻ്റെ മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല, ഫുള്ള് ക്ലോസ് ചെയ്തിരിക്കുകയാണ്.